രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച രാഹുൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചേക്കും എന്ന സൂചനകളും എത്തുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ആരെല്ലാം എവിടെയെല്ലാം മത്സരിക്കുമെന്നതിൽ കൂടുതൽ അഭ്യൂഹങ്ങളാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തമായ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എവിടെയെല്ലാം മത്സരിക്കും? സ്മിത, നാളെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അമേഠിയെ കൂടാതെ വയനാട് സീറ്റും രാഹുൽ ഗാന്ധിയുടെ പരിഗണനയിലുണ്ട്. 2019 അമേഠിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു. പക്ഷേ വയനാട്ടിൽ മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. ഇക്കുറി 2019 സമാനമായി തന്നെ അമേഠിയിലും വയനാട്ടിലും മത്സരിക്കും. നേരത്തെ തന്നെ BJP രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാം തന്നെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ മത്സരിക്കുന്നത്. അമേഠിയെ ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്നൊരു പ്രചരണം BJP വ്യാപകമായി നടത്തും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും അമേഠിയിൽ നിന്ന് മത്സരിച്ച് 2004 ശേഷം 2004 മുതൽ അമേഠിയെ പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി 2019 പരാജയം നേരിട്ടത്. ഇക്കുറി അമേഠി തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അമേഠിയിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ലോക്സഭയിൽ എത്താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാടും ഇതിനോടൊപ്പം തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ അതിലിപ്പോൾ അന്തിമ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നാളെ തന്നെ, ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2004 ശേഷം 2004 മുതൽ ഏതാണ്ട് 2019 വരെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നാണ് ലോക്സഭയിൽ എത്തിയത്. പിന്നീട് 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയിൽ നിന്നും ഏതാണ്ട് 50,000 വോട്ടിന്റെ പരാജയമാണ് നേരിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് ഇക്കുറി അമേഠി തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ വയനാടും കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുണ്ട്. നേരത്തെ നടന്ന ചർച്ചകൾ ഒരുപക്ഷെ തെലങ്കാനയിലോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മണ്ഡലമാകും രാഹുൽ ഗാന്ധി പരിഗണിക്കുകയെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന ചില ചർച്ചകളും അത്തരം റിപ്പോർട്ടുകളും. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ മാറ്റി വയനാട് നിന്ന് വീണ്ടും മത്സരിക്കാൻ ഒരു തീരുമാനമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ ഒരു പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സോണിയാഗാന്ധി ഇക്കുറി രാജ്യസഭയിൽ തെരഞ്ഞെടുത്തൊരു പശ്ചാത്തലത്തിൽ റായ്ബറയിൽ നിന്ന് മകൾ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 96 മുതൽ റായ്ബറയിൽ നിന്ന് സോണിയാഗാന്ധിയാണ് വിജയിച്ച് പാർലമെന്റിലെത്തിയത്. ഇക്കുറി അത് പ്രിയങ്ക ഗാന്ധിയിലൂടെ മണ്ഡലം നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്കായി മണ്ഡലത്തിലുടനീളം ഇതിനകം തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേഠിയിലും കൂടാതെ വയനാട്ടിലും ഇപ്പോൾ ഏതാണ്ട് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നാളെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കും എന്ന റിപ്പോർട്ടുകളാണ് നിതിൻ അംബുജൻ നൽകിയത്. നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പേരിന് പകരം സോണിയാഗാന്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാറിപ്പോയതാണ്. പ്രേക്ഷകർ ക്ഷമിക്കുക.